അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ വലിയ പെരുന്നാളായിട്ട് ഇവിടെ വന്നോട്ടുള്ളൂ. എങ്ങനെയായിട്ട് ഇവിടെ വലിയ പെരുന്നാൾ നിസ്കരിക്കണായ വലിയ പെരുന്നാളിൻ്റെ ആക്കുണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് ഇവിടെ ഈ ഒരു ദിക്ർ ഞങ്ങൾ വലിയ പെരുന്നാളിൻ്റെ ഒരു 300 വട്ട ചൊന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെല്ലാം മരിച്ചു പോയിടാറാ അങ്ങനെ ഖബറ് പ്രകാശിക്കും. മാത്രമല്ല നാളെ ഞങ്ങൾ മരിച്ചതിനുണ്ടെങ്കിലും ഞങ്ങളെ ഖബറ് പ്രകാശിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു തന്നെ എനിക്കത്തെ ആ ഒരു ദിക്ർ ഏതിട്ട് ഞങ്ങൾ നോക്കുക. ഏതായിട്ടും പരിശുദ്ധമായ ആ ഒരു വലിയ പെരുന്നാൾ ജാവായിട്ട് ഇവിടെ ഇണ്ടത്തെ ജാവ് ശ്രേഷ്ഠമായ ഒരു ജാവായിട്ട് ഇവിടെ ദുആക്ക് ഇജാബത്തുൽ എനിക്കത്തെ 5 ജാവിൽ ഒരു ജാവായിട്ട് ഇവിടെ പരിശുദ്ധമായ വലിയ പെരുന്നാൾ ജാവും ചൊല്ലത് ഞങ്ങൾ പല കാര്യത്തിലും ബിസി ആയിട്ട് എന്നേണ് കണ്ടെങ്കിലും ആ ഒരു ജാവിൽ ഞങ്ങൾ ദുആർക്കോ മിസ്സാക്കോ തീര പഠിച്ചോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ വലിയ പെരുന്നാളിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ആക്കിടാണ് കണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം വലിയ പെരുന്നാൾ നിസ്കാരമായിട്ട് ഇവിടെ അതേപോലെ തക്ബീറായിട്ട് ഇവിടെ അതേപോലെ പിന്നെ ചൊന്നു തീർക്കോ ആവാത്ത എനിക്കത്തെ പ്രതിഫലമില്ല എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇവിടെ ഉളഹിയത്ത് കർമ്മം ഇതെല്ലാം വലിയ പെരുന്നാൾ അനുസരിച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്തങ്ങായിട്ട് ഇവിടെ. അതുകൊണ്ട് വലിയ പെരുന്നാളിൻ്റെ ഞങ്ങളെ ഔത്തുള്ള ഉമ്മമാരെല്ലാം അത് ഇതിൻ്റെ ബിസിയിലായിട്ട് ചിലപ്പോൾ വലിയ പെരുന്നാളിൽ നിസ്കാരം മിസ്സാക്കിയ എനിക്കത്തെ ഒരു അവസ്ഥകളിൽ എത്തരുത് കാണും. അതുകൊണ്ട് മിസ്സാവുതിര കാരണം വലിയ പെരുന്നാൾ പ്രധാനമായിട്ടുള്ള വിഷയം ആ ഒരു വലിയ പെരുന്നാൾ നിസ്കാരവും തക്ബീറുമായിട്ട് ഇവിടെ. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താക്കണോ അത് ഞങ്ങൾ നിസ്കരിക്കണം. അതേപോലെ വലിയ പെരുന്നാൾ ആക്കുണാകണിക്കത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ആ ഒരു സുന്നത്തായ കുലിയായിട്ട് ഇവിടെ. അപ്പോൾ കുലിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണായ ഒരു വിഷയം കുലിക്കു സാധാരണ ഞങ്ങൾ എല്ലാവരും വലിയ പെരുന്നാൾക്ക് കുലിക്കിടങ്ങമേ. പക്ഷേ അവിടെ ഒരു കാര്യം ഞങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണോ, അതായത് നാണ് വലിയ പെരുന്നാളിലെ സുന്നത്ത് കുലി നാ കുലിക്കിടാൻ ചൊല്ലി എനിക്കത്തെ ഒരു നെയ്യത്ത് ഞങ്ങൾ കരുതണം. അത് ഞങ്ങൾ മിസ്സാവത്തീറ. ഇപ്പം ഞങ്ങളെ മക്കളെ കുലിപ്പാട്ടുമ്പോഴത്തേക്കും അതാണ് എൻ്റെ വലിയ പെരുന്നാളെ ഞങ്ങൾ കുലിപ്പാട്ടാൻ ചെന്നിട്ട് ആ ഒരു നെയ്യത്ത് വെച്ചിട്ട് അങ്ങനെ കുലിപ്പാട്ടണോ അതായിട്ടിക്കിടെ ആ ഒരു കുലിയായിട്ടിക്കിടെ അത് സുന്നത്തായതും പ്രതിഫലമുള്ള എനിക്കെത്തൊരു വിഷയം. അതേപോലെ രണ്ടാമത്തത് പുതിയ ഡ്രസ്സ് ഇടണം. അതായത് ഞങ്ങൾ ഔത്തുള്ള ഡ്രസ്സിൽ ഏറ്റവും പുതിയതായിട്ട് ഏതായിട്ട് ഡ്രസ്സുള്ളൂ ആ ഡ്രസ്സായിട്ട് ഇടണം. ഞങ്ങളെ ചില ആൾമാർ ഈ പള്ളി പോകേണ്ട സമയത്തിൽ അതാ പല എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പിന്നെ പള്ളി വിട്ട് വന്നിട്ടായിട്ടിക്കിടെ പുതിയ ഡ്രസ്സല്ല. അല്ലെങ്കിൽ ചില ആൾമാർ തിരിച്ചു പോയത് എങ്ങനെ എന്തെങ്കിലും ഇപ്പം വെള്ളിയാസറുണ്ട് ഞങ്ങൾ ഇട്ട ഡ്രസ്സിൽ ഏറ്റവും മുന്തിയത് ശ്രേഷ്ഠമായത് സുന്നത്തായത് വെൽത്തെ ഡ്രസ്സായിട്ട് ഇക്കിടെ. അപ്പോൾ പെരുന്നാളുണ്ടും വെൽത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം തിരിച്ചു പോയെങ്കിൽ വലിയ പെരുന്നാളുണ്ട് ഞങ്ങൾ ഇട്ട ഡ്രസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്തായത് അത് പുതിയ ഡ്രസ്സ്. അതിപ്പോൾ ഒരു വെൽത്തെ ഡ്രസ്സിനായിട്ട് കളർ ഡ്രസ്സായിട്ട് ഇക്കിടെ പുതിയ തിന്നേണ്ട കണ്ടെങ്കിൽ ആ കളർ ഡ്രസ്സ് ഇട്ടിട്ടായിട്ട് ഇക്കിടെ അവർ പള്ളിക പോകണായതും പെരുന്നാൾ നിസ്കരിക്കണായതുമെല്ലാം അപ്പോൾ പുതിയ ഡ്രസ്സിൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ട് ഇക്കിടെ. അതേപോലെ സുറുമയിട അതേ സുഗന്ധം തേക്ക അതേപോലെ ആൾമാരെ കാണുമ്പോഴത്തേക്കോ ആ ഒരു വലിയ പെരുന്നാൾ ആശംസ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ ഇങ്ങനെ ചൊല്ല ഇങ്ങനെ കൈ മുസാഫഹത്താക്ക നല്ലൊരു പിറുസപ്പാടും ആ ഒരു കുടുംബ ബന്ധ സേർപാട്ടതും ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട്. അതേപോലെ ഞങ്ങൾ മരിച്ചുപോയ എനിക്കത്ത ആൽമ അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും നല്ല നല്ല നാളുങ്ങ പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു യാസീന അല്ലെങ്കിൽ ഒരു സ്വതക്കമ അങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു ഫാത്തിമ ഓദരങ്ങ ഉള്ളാറാട്ടെ അങ്ങ് കാത്തു നിന്നുകൊണ്ടുള്ളാർ. അപ്പം അങ്ങനെ എന്താക്കുക നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഖബറിൻ്റെ മുട്ട പോയിട്ട് അങ്ങനെ പേരിൽ ഒരു യാസീനും അതല്ലെങ്കിൽ ഒരു ഫാത്തിയെല്ലാം ഓതിട്ട് നല്ലോണം ദ്വാർക്ക. മാത്രമല്ല ഈ വലിയ പെരുന്നാളിൻ്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ട് ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 300 വട്ടം ചൊന്നിട്ടോ നിങ്ങൾ മരിച്ചുപോയെങ്കിലെ മേലെ നിങ്ങൾ ഹദിയാക്കിയതിന് കണ്ടെങ്കിൽ അങ്ങനെ ഖബർ പ്രകാശിക്കൊണ്ടായിരിക്കട്ടെ. മാത്രമല്ല നാളെ ഞങ്ങൾ മരിച്ചതിന് കണ്ടെങ്കിലും ഞങ്ങളെ ഖബർ പ്രകാശിക്കൊണ്ട് നാച്ചുന്നതല്ല ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്നെ എനിക്കെത്തൊരു വിഷയമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പെരുന്നാളിൻ്റെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ആരെല്ലാം മരിച്ചുപോയിടാറ അങ്ങൊരു സലാം ചൊല്ലുകയും അങ്ങനെ മേലിൽ എന്തെങ്കിലും ഖുർആൻ ഓതുകയും സ്വതക്ക കൊടുക്കും. ഞങ്ങൾ ആരും എന്താക്കണ്ട മറന്നു പോവണ്ട മിസ്സാക്കിരണ്ട പഠിച്ചോനോ ഞങ്ങൾ മരിച്ചുപോയി ഇങ്ങനെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതിന് വലിയ പെരുന്നാൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണേ ഞങ്ങൾ നോക്കുക. വലിയ പെരുന്നാൾ നിസ്കാരത്തെ ടൈമും ചൊല്ലത് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 നിമിഷം കലിയുമായിട്ടിടെ ഈ ഒരു വലിയ പെരുന്നാൾ നിസ്കാരത്തെ ടൈം തുടങ്ങരുത്. അതേപോലെ ലുഹർ തൂലായിട്ട് അതിൻ്റെ ടൈമിൽ അതിൻ്റെ മധ്യത്തിൽ എന്താക്കണം ഞങ്ങൾ നിസ്കരിക്കണം. അത് പിന്നെ ലേറ്റാക്കരുത് ശരിയല്ല. പിന്നെ അത് ഖളാ ആവും. അതുകൊണ്ട് എത്ര അതിൻ്റെ മധ്യത്തിൽ എന്താക്കണോ ഞങ്ങൾ നിസ്കരിച്ച് തീർക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ഒത്തുള്ള എനിക്കത്തെ ഉമ്മമാരൊട്ടിക്ക് പ്രത്യേകിച്ചുള്ളത് അങ്ങ് ഈ ആകെ ക്ലീൻ ആക്കുന്നതും ഫുഡ് ആക്കുന്നതും മക്കൾ ഡ്രസ്സ് ആക്കുന്നതും ഇങ്ങനെ പല ബിസിലിക്കട പഠിച്ചു ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ആ ഒരു ശുദ്ധിയുള്ള എനിക്കത്തെ പെണ്ണുങ്ങ വലിയ പെരുന്നാൾ നിസ്കാരം മിസ്സാക്കു തീരാണ്ട് പ്രത്യേക നാണ് ഓർമ്മയാക്കിക്കൊണ്ടുള്ള ഇനിയിപ്പോൾ നിസ്കരിക്കണ
ಬೆಕ್ಕೊನಾಯ ರೂಪ ಫಸ್ಟಿಗೆ ನಿಯತ್ತಾയിട്ട് ಇಕಡೆ ಬೆಕ್ಕೊನಾಯ ಉಸಲ್ಲಿ ಸುನ್ನತ ಈದಿಲ್ ಅಲ್ಹ ರಕಅತೈನ್ ಮುತವಜ್ಜಿಯನ್ ಇಲಲ್ ഖിബ്ലത്തി മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല അറബി ഗൊന്തില്ലാണ്ടെങ്കിൽ വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാര അല്ലാഹുബേനായിട്ട് ഇമാമുടെ ഒട്ടിಗೆ ಸೇರಿಟ್ಟು ഖിബ്ലത്തിಗೆ മുഖാക്കിയിട്ട് അദാ ആയിട്ട് നാ നിസ്കരിക്കാനായിട്ട് മനസ്സിൽ കരുത ജമാഅത്ത് പ്രത്യേകമായിട്ട് സുന്നത്തുള്ള എനിക്കത്തെ ഒരു നിസ്കാരമായിട്ട് ഇക്കടെ ഔത്തുലുള്ള എനിക്കത്തെ ഉമ്മമാർക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുക അവിടെയെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക അതല്ലെങ്കിൽ സിംഗിളായിട്ട് നിസ്കരിക്കുക ഭാഗിക്കാമത്ര ഏതും അഗത്യമില്ല അപ്പം നീയത്ത് വെച്ചിട്ട് എന്താക്കുക ഫസ്റ്റ് അല്ലാഹു അക്ബർ ചൊന്ന് കൈകെട്ട എന്നിട്ട് വജ്ജഹത്ത് ഓതിയ സാത്തുക പിന്നെ 7 വട്ട തക്ബീർ ചൊല്ലണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 7 വട്ട തക്ബീർ ചൊല്ലണം ഓരോ തക്ബീര മധ്യത്തിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലണം അങ്ങനെ 7 തക്ബീർ ആയാൽ പിന്നെ അഊദ് ഓത ഫാത്തിഹ ഓത എന്നിട്ട് ഗൊന്തിനേനെ കണ്ടെങ്കിൽ അതിൽ പിന്നെ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്ത് ഓത അതിൽ ഗൊന്തില്ലാണ്ട് കണ്ടെങ്കിൽ കുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്ത് ഓത രണ്ടാമത്തെ റക്അത്ത് നിങ്ങൾ രണ്ടാമത്തെ സുജൂദ് എഞ്ചിട്ട് അല്ലാഹു അക്ബർ ചൊന്നിട്ട് എഞ്ചി നിൽക്കുക അതിൽ പിന്നെ 5 വട്ട അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 5 വട്ടം എന്താക്കണം തക്ബീർ ചൊല്ലണം തക്ബീര മധ്യത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇത് ചൊല്ല അതിൽ പിന്നെ അഊദു ഓത ഫാത്തിഹ ഓത ഗൊന്തിനേനെങ്കിൽ സൂറത്തുൽ ഗാശിയ ഹൽ ഹത്താക ഹദീസുൽ ഗാശിയ സൂറത്ത് നിങ്ങൾ ഓതണം ഇനി ഗൊന്തില്ലാണ്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതി അങ്ങനെ 2 റക്അത്ത് സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക ഈ ഒരു തക്ബീർ മാത്രമേ ഇഷ്ടം ഫസ്റ്റ് റക്അത്ത് ഒരു 7 തക്ബീർ രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ഇനിയിപ്പോൾ തക്ബീർ മറന്നതിന് കണ്ടെങ്കിൽ യാതൊരു നിരക്കിലും തൊന്തരയില്ല അവിടെ സഹുവിടെ സുജൂദ് ചെയ്യേണ്ട അഗത്യ പോലില്ല ചില ആൾമാർ ചിലപ്പോൾ എന്തെങ്കിലും ഖത്തീബന്മാർ എന്തെങ്കിലും ഈ ഒരു തക്ബീർ മിസ്സായെന്ന് കണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള വിഷയമുള്ള ചിലപ്പോൾ ഉസ്താദിനെ പോലും സ്വറ പോലും പോടെ എനിക്ക് എത്ര അവസ്ഥ അത് വിവരമില്ലാത്ത കൊണ്ടായിട്ട് ചില ആൾമാർ അങ്ങനെ ആക്കരുത് അത് സുന്നത്തായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട് അത് ചിലപ്പോൾ മറന്നതിന് കണ്ടെങ്കിൽ സഹുവിടെ സുജൂദ് സമയത്ത് അഗത്യമില്ലാത്ത എനിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ ഇനി നിസ്കാരത്തെ ഖളാ ആയിത്തിന് കണ്ടെങ്കിൽ അപ്പോൾ ടൈം നിസ്കരിക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിൽ ഖളാ ആ വീട്ടവും ഇത് ചാൻസ് ഉണ്ടുകൊണ്ടായിരിക്കട്ടെ അപ്പോൾ ഏതായിട്ടും നിങ്ങൾ ആ ഒരു പെരുന്നാൾ നിസ്കാരം മിസ്സാക്കുക തീര ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാൾ നിസ്കരിച്ചാൽ പിന്നെ 2 ഖുതുബ പ്രത്യേകമായിട്ട് സുന്നത്തായിട്ടിരിക്കട്ടെ ഈ ഖുതുബെല്ലാം കേൾക്കാണ്ട് അവത്ത് ഓടി വണ്ടെങ്കിൽ ഉള്ള എത്ര നല്ല ഒരു നാളിൽ ഇങ്ങനത്തെ ഒരു നല്ല സുന്നത്ത് നിങ്ങൾ വിട്ടിട്ടു അതുപോലെ പള്ളിയിൽ തെച്ചിട്ട് ഈ ഖുതുബ കേൾക്കിടുമ്പോൾ പടച്ചോണിക്ക് എത്ര ഇഷ്ടമില്ല എനിക്ക് എത്ര വിഷയമായിട്ടിരിക്കട്ടെ അതെല്ലാം എങ്ങനെ വിട്ടിട്ടായിരിക്കും പണ്ടേട്ട് ഇങ്ങനെ നാണ് ആലോചന ആക്കിക്കൊണ്ടുള്ളത് അപ്പോൾ ആ ഒരു 2 ഖുതുബ അതെല്ലാം കേട്ട് പിടിച്ചിട്ടായിട്ട് നിങ്ങൾ പറഞ്ഞാൽ അവത്തുള്ള എനിക്ക് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഖുതുബ എന്തോ അങ്ക് സുന്നത്തില്ല അങ്ക് ആ ഒരു 2 റക്അത്ത് നിസ്കാരം മാത്രമായിട്ടിരിക്കട്ടെ അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുതുബെല്ലാം കേട്ട് അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അതാ പരസ്പരം എല്ലാം മുസാഫാത്താക്കിയിട്ട് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും സ്വാലിഹൽ അഅമാൽ പരസ്പരം എല്ലാവരും പിർസപാൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു ബേജാർ അർസയുന്നതിന് കണ്ടെങ്കിൽ പിർസാക്കൂല നല്ലൊരു ചാൻസ് ആയിട്ടിരിക്കട്ടെ ഒരു സലാമല്ല ചൊന്നിട്ട് എന്താക്കുക ഒന്ന് പിർസാക്കുക എന്നിട്ട് അതാ കുടുംബത്തെ ഔത്തുകളിൽ പോവാം അവിടെ ഉള്ള എനിക്കത്തെ അതാ മക്കങ്ങ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കുക അവിടെ ഉണ്ടെങ്കിൽ സ്വതക്ക കൊടുക്കണം അവിടെ ഉണ്ടെങ്കിൽ അത് ആ ഒരു വലിയ പെരുന്നാളുണ്ട് അതൊക്കെ വലിയ പ്രതിഫലമായിട്ട് കൊടുള്ളത് അപ്പോൾ ഈ കാലെല്ലാം എന്താക്കുക പ്രത്യേകമായിട്ട് വലിയ പെരുന്നാളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഒരു നാളായിട്ടിക്കടെ ശ്രേഷ്ഠമായിട്ടുള്ള നാളായിട്ടിക്കടെ എന്തെല്ലാം ഹറാമാക്കിയിട്ട് അല്ലെ ഒരു നല്ല 4 പറമ്പത്തുകോ എന്തെല്ലാം പഠിച്ചോണക്ക് ഇഷ്ട ഇല്ലാത്ത അനാചാരമെല്ലാം ആക്കിയതായിട്ടിക്കടെ ഇതിൻ്റെ കൊറിയ ഭാഗത്തുള്ള കണ്ടുവന്നുകൊണ്ടുള്ളത് പഠിച്ചോണക്ക് അത് ഇഷ്ടമല്ല കാണണ്ടേ പഠിച്ചോണ്ട് ആ ഒരു ബഹുമാനിച്ച നാളിലെ ബഹുമാനിക്കാൻ ചൊല്ലത് അത് മിൻ തഖ്വൽ ഖുലൂബ് ഖൽബിൽ തഖ്വ ഉള്ളതിരെ ഈമാനുള്ള ലക്ഷണമായിട്ടിക്കടെ നല്ല നല്ല 4 പറമ്പത്തുകോ ഹറാമാക്കിടങ്ങ അതിലെ ആ ഒരു 4 അനാചാര ആക്കിട ആൾമാർ ഖൽബിൽ ഈമാൻ്റെ കുറത്തെ ആയിട്ടിക്കടെ അതുകൊണ്ട് ചുമ്മ ജാഗ്രത ആക്കണം നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ ദ്വാർക്കുണായ നാളും കൂടിയായിട്ടിക്കടെ പഠിച്ചോണോ നിങ്ങൾ എല്ലാ ഇബാദത്തും സ്വീകരിക്കുമാറാകട്ടെ കബൂലാക്കുമാറാകട്ടെ എല്ലാവർക്കും എൻ്റെ പിറുസത്തെ അഡ്വാൻസ് ആയിട്ട് ചെന്നുകൊണ്ടുള്ള എൻ്റെ ആ ഒരു ഈദ് ആശംസ നിങ്ങൾ ചെന്നുകൊണ്ടുള്ള ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ പഠിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു